ഈ പെറ്റവർക്കും പോറ്റി വളർത്തിയവർക്കും മാത്രമേ കുഞ്ഞിൻ്റെ വിലയും അതിൻ്റെ ഒരു മാനസിക ഐക്യമൊക്കെ അറിയാൻ കഴിയുകയുള്ളൂ എന്നാണ് നാട്ടുനടപ്പ്. ഞാനും നിങ്ങളുമൊക്കെ വിശ്വസിക്കുന്നത് അത് തന്നെയായിരിക്കും. പക്ഷേ പെറ്റ ഉടനെ സ്വന്തം കുഞ്ഞിനെ കൊന്നുകളയുക. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ നമ്മളൊരു വാർത്ത അറിഞ്ഞു. ബികോം പഠിക്കുന്ന ഒരു പെൺകുട്ടി പ്രസവിച്ചു. കുഞ്ഞിനെ പെട്ടെന്ന് തന്നെ പ്രസവിച്ച് പൊക്കിൾക്കൊടി മുറിച്ച് തൊട്ടടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു. കുട്ടി തലക്കേറ്റ ക്ഷതം കാരണം മരിച്ചു. ആ ബികോംകാരി ഇപ്പോൾ ജയിലിലാണ്, അല്ലെങ്കിൽ വിചാരണ തടവുകാരിയാണ്. എന്നാൽ മറ്റൊരു വാർത്ത തൃശ്ശൂരിൽ നിന്ന് കഴിഞ്ഞ ദിവസം പുറത്തു വന്നു. അത് അതിനേക്കാൾ ഹൃദയഭേദകമാണ്. 5 വർഷമായി പ്രണയം. അതായത് 2020 ഫേസ്ബുക്ക് വഴി ഭവിൻ എന്ന ചെറുപ്പക്കാരൻ, 20 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, 18 വയസ്സുണ്ടായിരുന്ന അനീഷ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരിചയപ്പെടുന്നു. ഫേസ്ബുക്ക് വഴിയാണ് പരിചയപ്പെടുന്നത്. അനീഷയുടെ വീട് തൃശ്ശൂർ ജില്ലയിലെ നല്ലുവള്ളിയിലാണ്. ഈ കാമുകൻ്റെ വീട് എവിടെയാണ്? ആമ്പല്ലൂരാണ്. തൃശ്ശൂർ ജില്ലക്കാർ തന്നെയാണ് രണ്ടുപേരും. പ്രണയം മൂക്കുന്നു. പിന്നെന്താണ്, തൊട്ടടുത്ത വർഷം ഈ പെണ്ണ് ഗർഭിണിയാകുന്നു. പെണ്ണെന്ന് പറയാൻ പാടില്ല, പെൺകുട്ടി ഗർഭിണിയാകുന്നു. ഗർഭിണിയായി ഇത് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പ്രസവിക്കുന്നു. പെൺകുട്ടി എന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുന്നു. അടുത്ത കുറച്ച് ദിവസം കഴിയുമ്പോൾ 2021 പെൺകുട്ടി ആദ്യത്തെ പ്രസവം. 2021 നവംബർ 6 ആദ്യം ആൺകുട്ടിയെ പ്രസവിക്കുന്നു. കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചു മൂടുന്നു. രണ്ടാമത് 2024 ഓഗസ്റ്റ് 29 ഈ പെൺകുട്ടി അനീഷ എന്ന് പറയുന്ന പെൺകുട്ടി രണ്ടാമതും പ്രസവിക്കുന്നു. അതുപോലെ കുഞ്ഞിനെ വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പ്രസവം നടക്കുന്നു. കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു വന്ന് വീട്ടുപറമ്പിൽ കുഴിച്ചു മൂടുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ നടുക്കം തോന്നുന്നില്ലേ? ഞാനിങ്ങനെ കൂളായി പറയുന്നതല്ല, ഹൃദയം പൊട്ടി തന്നെയാണ് ഞാനും ഈ വാർത്ത പറയുന്നത്. അങ്ങനെ ഹൃദയം പൊട്ടാനൊന്നും പാടില്ല, നിർമ്മമമായി വാർത്തകൾ കൈകാര്യം ചെയ്യണമെന്നാണ് പഠിക്കുന്നത്. പക്ഷേ അങ്ങനെ പഠിക്കുന്ന പാഠങ്ങളൊക്കെ അതുപോലെ പ്രാവർത്തികമാക്കാൻ കഴിയാത്ത ചില സന്ദർഭങ്ങൾ വാർത്താ അവതരണത്തിലുണ്ടാകുമല്ലോ. ഈ സംഭവം കേൾക്കുമ്പോൾ നമുക്ക് നടുക്കം തോന്നും, സ്വാഭാവികമാണ്. കാരണം ഈ പെൺകുട്ടി 2021 ഒരു കുഞ്ഞിനെ കൊന്നിട്ട് കുഴിച്ചു മൂടി. 2024 സമാന സാഹചര്യത്തിൽ മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകുന്നു. ആ കുഞ്ഞിനെയും കൊന്ന് കുഴിച്ചു മൂടി. ഈ പെൺകുട്ടി ഇനിയും പ്രസവിച്ചേനെ, ആ കുഞ്ഞിനെയും ഈ പെൺകുട്ടി കൊന്നേനെ. 5 വർഷത്തെ പ്രണയം, കല്യാണം കഴിക്കാമെന്നായിരുന്നു ധാരണ. ഭവിനും അനീഷയും തമ്മിൽ കല്യാണം കഴിക്കും എന്നായിരുന്നു ധാരണ. ഇതുവരെ 2 പെറ്റിട്ടും ഇവർ പരസ്പരം കല്യാണം കഴിച്ചിട്ടില്ല. എന്തുകൊണ്ട് കല്യാണം കഴിച്ചില്ല? ഇതൊക്കെ വലിയ ചോദ്യങ്ങളാണ്. ഭവിൻ അറിയാം ഈ അനീഷയ്ക്ക് അല്ലാത്ത ചില ചുറ്റിക്കളികളുണ്ട് എന്ന് ഭവിൻ എന്ന ചെറുപ്പക്കാരൻ മനസ്സിലാക്കുന്നു. ഇവൾക്ക് 2 ഫോൺ ഉണ്ടായിരുന്നു. ഒന്നാം ഫോണിൽ ഭവിനാണെങ്കിൽ 2ാം ഫോണിൽ വേറെ കാമുകന്മാരാണെന്നാണ് പറയപ്പെടുന്നതല്ല, പോലീസിൻ്റെ കണ്ടെത്തലും അങ്ങനെ തന്നെയാണ്. അനീഷ 1ാം കാമുകനിൽ നിന്ന്, ഭവിനിൽ നിന്ന് ഗർഭം ധരിച്ചു. കുഞ്ഞിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. 2ാമത് കുഞ്ഞിനെ കൊന്നു കുഴിച്ചുമൂടി. അപ്പോൾ ഭവിൻ ഇത് ചില കൂട്ടുകാരോട്, അവനും കൗമാരക്കാരനായിരുന്നല്ലോ, 20ാമത്തെ വയസ്സിലേക്ക് അച്ഛനാകുമ്പോൾ ആ ഒരു അഹങ്കാരവും തിളപ്പമൊക്കെ ഉണ്ടാവുമല്ലോ. അത് വെച്ചിട്ട് കൂട്ടുകാരോട് പൊങ്ങച്ചത്തിൻ്റെ രീതിയിലൊക്കെ കൂട്ടുകാരോട് സംഗതി വിളിച്ചു പറഞ്ഞു. എനിക്കൊരു കാമുകയുണ്ട്, അവൾ ഗർഭിണിയാക്കി അവൾ പ്രസവിച്ചു, എന്നിട്ട് അവൾ തന്നെ കുഞ്ഞിനെ കൊന്നു എന്നൊക്കെ ഇവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂട്ടുകാർ പറഞ്ഞു, ഇങ്ങനെ കുഞ്ഞ് ജനിച്ചിട്ട് കുഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞാൽ, കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന് പറഞ്ഞു കാണത്തില്ല, എങ്കിൽ അന്ന് തന്നെ അവൻ കുടുങ്ങിയേനെ. കുഞ്ഞ് മരിച്ചു പോയി കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ അസ്ഥിയൊക്കെ യഥാവിധി നിമഞ്ജനം ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ പാപം, അതിൻ്റെ ശാപം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കണം. ആ പേര് പറഞ്ഞ് ഈ ഭവിൻ അന്ന് അങ്ങ് കൂട്ടുകാരത് ഉപദേശിച്ചു കൊടുത്തത് കൊണ്ടാണോ ഇല്ലയോ, അതോ അനീഷയോട് സംശയം തോന്നിയത് കൊണ്ടാണോ ഇല്ലയോ, ഈ 2 കുട്ടികളുടെയും അസ്ഥി ഈ ഭവിൻ അനീഷയിൽ നിന്ന് കളക്ട് ചെയ്തിരുന്നു. അനീഷയുടെ സ്കൂട്ടറിൽ ഈ കുട്ടികൾ മരിച്ച് 1-2 മാസം കഴിയുമ്പോൾ അഴുകി അസ്ഥിയാകുമല്ലോ. അപ്പോൾ ഇതേ ശവക്കുഴി തോണ്ടി കുഞ്ഞിൻ്റെ അസ്ഥി എടുത്ത് പൊതിഞ്ഞ് കെട്ടി കാമുകന് കൊണ്ടു കൊടുക്കുക. ആ അനീഷ എന്ന പെൺകുട്ടിയുടെ 22 വയസ്സേ ഉള്ളൂ. മനസ്സൊന്ന് ആലോചിച്ച് നോക്കുക. എന്തുമാത്രം ക്രൂരതയുടെ ഉടമയായിരിക്കും ആ മനസ്സും ആ വ്യക്തിയും ആ 22കാരിയും. ഒരു ഉളുപ്പുമില്ലാതെ സ്വന്തം കുഞ്ഞിനെ കാമുകനിൽ നിന്ന് അവിഹിത ഗർഭം ധരിച്ച് പ്രസവിച്ച് കൊന്ന് കുഴിച്ചു മൂടി. മാസങ്ങൾ കഴിഞ്ഞിട്ട് ആ കുഴി തോണ്ടി അതിൽ നിന്ന് അസ്ഥി എടുത്ത് കാമുകന് കൊണ്ടു കൊടുക്കുക. ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ നിങ്ങൾക്ക്? അത് ക്രൂരതയല്ലെന്ന് പറയാൻ കഴിയുമോ? ഫെമിനിസ്റ്റുകളൊക്കെ പറയുമായിരിക്കാം, ഇങ്ങനെ അധിക്ഷേപിക്കാൻ പാടില്ല. നമ്മൾ അധിക്ഷേപിക്കുന്നില്ല. ക്രൂരതയുടെ മുഖമാണ് അനീഷ. അതേ കുഴി തോണ്ടി അസ്ഥി എടുത്ത് കാമുകനും എടുത്തു. കാമുകൻ ഇത് നിമഞ്ജനം ചെയ്തു എന്നാണ് ഇവൾ കരുതിയിരുന്നത്. കാമുകൻ അതിനേക്കാൾ ബുദ്ധിമാൻ, വില്ലൻ. പ്രണയപ്പക അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. എന്നെങ്കിലും ഇവൾ എന്നെ ഉപേക്ഷിച്ചിട്ട് പോകും. കല്യാണം കഴിക്കണമെന്ന് പലകുറി പറഞ്ഞിട്ടും ഇവൾ കല്യാണത്തിന് പിടിതരുന്നില്ല. ഇവൾ അതുകൊണ്ട് എന്നെ തേക്കാനുള്ള എല്ലാ സാഹചര്യവും ഉണ്ട്, കുറച്ച് ദിവസം കൂടി വെയിറ്റ് ചെയ്യാം. അവനീ അസ്ഥിയൊക്കെ പൊതിഞ്ഞു കെട്ടി അവൻ സൂക്ഷിച്ചു.
എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെണ്ണിന് വേറെ കല്യാണം നടക്കാൻ പോകുന്നു എന്ന വിവരം ഭവിൻ അറിയുന്നു, കാമുകൻ അറിയുന്നു. വേറൊരു കല്യാണം വരുന്നു. അങ്ങനെ 2 ദിവസം മുമ്പുള്ള രാത്രി 11:30 ഭവിൻ അനീഷയെ വിളിക്കുമ്പോൾ ഫോൺ എൻഗേജ്ഡ്, ഫോണിൽ കിട്ടുന്നില്ല. 2 ഫോണുകളുണ്ട്. ഒരു ഫോൺ മറ്റ് കാമുകന്മാർക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെന്നൊക്കെ തെളിയിക്കപ്പെട്ടു. പക്ഷേ 1-ാം ഫോണിൽ 1-ാം കാമുകൻ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എൻഗേജ്ഡാണ്, ബിസിയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ കിട്ടി. അപ്പോൾ ഈ ഭവിൻ മദ്യലഹരിയിലായിരുന്നു. നീ എന്നെ തേച്ചിട്ട് ജീവിക്കുന്നത് ഒന്ന് കാണണം, നിന്നെ ഞാൻ അകത്താക്കും എന്ന് ഒരു വെല്ലുവിളി. എന്നിട്ട് അവൻ്റെ കയ്യിലുണ്ടായിരുന്ന അസ്ഥി കഷ്ണങ്ങളൊക്കെ ബാഗിലാക്കി നേരെ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുന്നു. പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായി മദ്യലഹരിയിലാണ് ചെറുക്കൻ ചെന്ന് കയറുന്നത്. അവൻ പോയി പോലീസുകാരോട് പറയാണ്, ഞാൻ 2 കുട്ടികളുടെ അസ്ഥികളുമായിട്ടാണ് വന്നിരിക്കുന്നത്. പോലീസുകാർ ആദ്യം വിശ്വസിച്ചില്ല. പോലീസുകാർ പറഞ്ഞു, നമ്മുടെ വെഞ്ഞാറമൂടിലെ കൂട്ടക്കൊല അറിയാമല്ലോ, അയാളും അഫാനും അതുപോലെ തന്നെയാണല്ലോ, കയറിച്ചെന്ന് പറഞ്ഞു ഞാൻ 5 പേരെ കൊന്നു, കണ്ടാൽ നിഷ്കളങ്കൻ, യാതൊന്നുമില്ല, ശരി മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ചിലപ്പോൾ ഇനി വല്ല വേറെ MDMA രാസലഹരിയോ ഒക്കെ അടിച്ചിട്ട് വന്ന് പോലീസ് സ്റ്റേഷനിൽ വന്ന് ജാട കാണിക്കുന്നതാണെന്ന് പോലീസുകാർ തെറ്റിദ്ധരിച്ചു പോകും. അഫാനെയും ആദ്യം പോലീസിന് സംശയമായിരുന്നു ഇങ്ങനെ നടക്കുമോ എന്ന്. പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഇവനെ ഇരുത്തിയിട്ട് പോലീസുകാർ വീട്ടിൽ പോയിട്ട് കണ്ട് ബോധ്യപ്പെട്ട ശേഷമാണ് അഫാനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യാനും ബാക്കി മേൽ നടപടികൾ ചെയ്യുന്നത്. കാരണം എന്താണ്, പോലീസ് വിശ്വസിക്കുന്നില്ല. ഈ ചെറുപ്പക്കാരൻ അതുപോലെ തന്നെ. അപ്പോൾ ചെറുപ്പക്കാരനും ഈ ചെറുക്കനും അത് തന്നെ ചെയ്തത്. ഭവിൻ എന്താണ് ചെയ്തത്? ഞാൻ 2 കുട്ടികളുടെ അസ്ഥികളുമായി വന്നിരിക്കുന്നത്, കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയത് അനീഷയാണ്, എൻ്റെ കാമുകയാണ്, ഈ 2 മക്കൾ എൻ്റെതാണ് എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പോലീസ് വിശ്വസിച്ചില്ല. അവസാനം അവൻ ബാഗിൽ നിന്ന് അസ്ഥി എടുത്ത് പോലീസ് സ്റ്റേഷൻ്റെ GD മേശപ്പുറത്തേക്ക് ഇട്ടു. അപ്പോൾ പോലീസുകാർ ഞെട്ടി. ശരിയാണ്, അസ്ഥി, കുഞ്ഞുങ്ങളുടെ അസ്ഥി തന്നെ, തലയോട് അസ്ഥി എല്ലാം ഉണ്ട്. ഈ തലയോടി ഉൾപ്പെടെയൊക്കെ കുഴിയിൽ നിന്ന് മാന്തിയെടുത്ത ഒരു പെൺകുട്ടി കാമൂരും കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഭീകരത ഒന്ന് ആലോചിച്ച് നോക്കൂ. സഹിക്കാൻ പറ്റുന്നുണ്ടോ? പ്രസവിച്ച അമ്മമാർക്ക് സഹിക്കാൻ പറ്റുമോ? പ്രസവിച്ച് ഒരു ദിവസം ഒരിക്കലെങ്കിലും പേറ്റുനോവ് അനുഭവിച്ച് കുഞ്ഞിന് മുലപ്പാലൊക്കെ കൊടുത്ത് നടന്ന ഏതെങ്കിലും അമ്മമാർക്ക് ഇത് സഹിക്കുമോ? പോട്ടെ, ഏതെങ്കിലും അച്ഛനത് സഹിക്കുമോ? സഹിക്കില്ല, ഒരിക്കലും സഹിക്കില്ല. സഹിക്കാവുന്ന സംഭവമല്ല ഇത്. അപ്പോൾ പോലീസുകാർ മനസ്സിലാക്കി ഇത് സംഭവം യാഥാർത്ഥ്യം തന്നെ. അനീഷയെ പൊക്കി അകത്താക്കി ചോദ്യം ചെയ്തു. 12 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോഴാണ് അവൾ സമ്മതിക്കുന്നത് കൊലപാതകം. അതുവരെ പറഞ്ഞു അങ്ങനെ ഞാൻ കൊന്നിട്ടില്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ഒന്നാമത് പൊക്കിൽ കൊടി തൊണ്ടയിൽ കുരുങ്ങി മരിച്ചു, മറ്റതും അങ്ങനെ തന്നെ, അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും അവസാനം 12 മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ അവൾ സമ്മതിച്ചു. 2 കുഞ്ഞുങ്ങളെയും ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന് സമ്മതിച്ചു. അങ്ങനെ കൊലക്കുറ്റത്തിനും ഗൂഢാലോചനയ്ക്കും 2 പേർക്കുമെതിരെ കേസെടുത്തു. കൊലക്കുറ്റം അനീഷയുടെ പേരിലും ഗൂഢാലോചനയ്ക്ക് ഈ ഭവിൻ്റെ പേരിലും കേസെടുത്ത് 2 എണ്ണത്തിനെയും റിമാൻഡ് ചെയ്തു. ഇതാണ് സംഭവം. ഈ സ്ഥലത്തൊക്കെ തെളിവെടുപ്പ് വളരെ ഒരു കൂസലുമില്ലാതെയാണ് കാണിച്ചു കൊടുക്കുന്നത്. ഈ സ്ഥലങ്ങളൊക്കെ കുഴിച്ചിട്ട സ്ഥലമൊക്കെ കാണിച്ചു കൊടുക്കുന്നത്. ഇതാണ് കേരളം. ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ കമിതാക്കൾ പെരുമാറുന്നത്. പ്രണയപ്പക, അവിഹിതം, ഇതൊക്കെയാണ് കുഞ്ഞുങ്ങളെ കൊല്ലുക, ജനിച്ചു വീഴുന്ന അല്ലെങ്കിൽ ജനിപ്പിക്കാതിരിക്കുക. ഇവിടെ അമ്മത്തൊട്ടിലുകൾ ധാരാളമുണ്ട്. എല്ലാ ജില്ലയിലുമുണ്ട് ശിശു സംരക്ഷണ കേന്ദ്രങ്ങൾ, ശിശുക്ഷേമ സമിതിയുടെ ഓഫീസ്, അമ്മത്തൊട്ടിലുകൾ. നിങ്ങൾ കുട്ടിയെ ജനിപ്പിച്ചുവെങ്കിൽ എന്തിന് കൊല്ലണം? അമ്മത്തൊട്ടിലിൽ കൊണ്ട് ഉപേക്ഷിച്ചാൽ അവർ പൊന്നുപോലെ നോക്കും. എന്നിട്ട് മക്കളില്ലാതെ വിലപിക്കുന്ന എത്രയോ ലോകത്ത് തന്നെ എത്രയോ അച്ഛനമ്മമാരുണ്ട് മക്കളില്ലാതെ വിലപിക്കുന്നവർ. ഒരു കുഞ്ഞിക്കാല് കാണാൻ കൊതിച്ചിരിക്കുന്ന എത്രയോ ആളുകളുണ്ട്. അവർ കൊണ്ടുപോയിക്കോളും. പൊന്നുപോലെ അവർ നോക്കി ഈ കുഞ്ഞുങ്ങളെ വളർത്തിക്കൊള്ളും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചാൽ പോരെ? അമ്മത്തൊട്ടിലിൽ കൊണ്ട് കൊടുക്കൂ, അവർ പൊന്നുപോലെ നോക്കിക്കൊള്ളും. ഇമാതിരി ക്രൂരത കാണിച്ചിട്ട് നിന്ന് താളം തുള്ളുന്നത് കാണുമ്പോൾ എന്താണ് പറയുക? നിങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അതൊക്കെ തന്നെയാണ് എനിക്കും ചെയ്യാൻ തോന്നുന്നത്.